നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അതിശക്തമായ പോരാട്ടമാണ്. അതായത് CPM-ഉം അതല്ലെങ്കിൽ സർക്കാരും BJP-യും തമ്മിൽ, അതല്ലെങ്കിൽ RSS-ഉം തമ്മിൽ. കേരള സർവകലാശാലയിലുണ്ടായ രജിസ്റ്റർഡ് സസ്പെൻഷൻ, അതേപോലെ അതിൽ പ്രതിഷേധിച്ച് DYFI കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജ്ഭവൻ്റെ മുഖ്യ ഗേറ്റിൻ്റെ അടുത്ത് വരെ ബാരിക്കേഡ് ചാടിക്കിടന്ന് എത്തിയ പ്രതിഷേധം. അപ്പോൾ ഈ രീതിയിൽ നോക്കിയാൽ വളരെ BJP-ക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന, പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാർ. ഇവിടെയാണ് ശരിക്കും നമ്മൾ ഈ CPM-ന്റെ PR ഏജൻസിയുടെ മിടുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ഫ്രീഡം ഫുഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജയിൽ ഓർമ്മ വരും എന്ന് പറഞ്ഞതുപോലെ ഈ ശക്തമായ ഒരു പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് അതിൻ്റെ എതിർഭാഗം അല്ലെങ്കിൽ അതിൻ്റെ നേർ വിപരീതം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതാണ് കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതല്ലെങ്കിൽ അടുത്ത തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള ആ ഒരു പശ്ചാത്തല പ്രവർത്തനങ്ങളുടെ ആ ഒരു തകൃതിയായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ PR ഏജൻസിയുടെ മിടുക്കിൻ്റെ ഇതറിയണമെന്നുണ്ടെങ്കിൽ 2-3-4 സംഗതികൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ PR ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ പോയി കൊടുത്ത ഇൻ്റർവ്യൂ അത് ഹിന്ദു പത്രത്തിൽ വന്നു. ആ പത്രത്തിൽ വന്ന അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന ദേശീയ വിരുദ്ധ പ്രവൃത്തികൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല തുടങ്ങിയിട്ടുള്ള സംഗതികൾ. അതിനുശേഷം പിന്നീട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിനുശേഷം പിന്നീട് നമ്മളുടെ സർക്കാരിൻ്റെ സീനിയർ ഔദ്യോഗിക നവോത്ഥാന നായകൻ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറത്ത് പോയുള്ള പ്രസംഗം, അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല. അതിനുശേഷം ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ 30-ാം വാർഷികം, അതായത് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി ആയതിൻ്റെ 30-ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി വരുന്നു. വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തുന്നു, അദ്ദേഹത്തിനെ പൊന്നാട അണിയിക്കുന്നു. പിന്നീട് നമ്മളുടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫലം വന്നപ്പം ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി, നിലമ്പൂരിലും ജയിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മണ്ഡലമല്ല. അപ്പം അങ്ങനെ ഒരു മണ്ഡലത്തിൽ തോൽക്കും എന്നറിഞ്ഞിട്ടും CPM-ന്റെ ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റായ M സ്വരാജിനെ അവിടെ കൊണ്ടു നിർത്തുന്നു. അവിടെ മത്സരത്തിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഒരു മുഖ്യ കേന്ദ്ര ബിന്ദുവായിട്ട് LDF-ഉം CPM-ഉം UDF-നെ ആക്രമിച്ചത് UDF ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന് കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ ഒരു ബാന്ധവത്തെയാണ്. അതിനുശേഷം പോളിംഗിൻ്റെ തലേ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസ്താവന, അതായത് 50 വർഷം മുമ്പ് നടന്ന, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് RSS-ഉം CPM-ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള സംഗതി. ഈ ജൂലൈ 2-ാം തീയതി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ നടത്തിയ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഡോക്യുമെൻ്റ് എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടും ഇത് കോൺഗ്രസ് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചേർന്ന് ഇവിടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, അതുയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം അതിശക്തമായ രീതിയിലാണ് തലസ്ഥാനത്ത് നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ നോക്കുക, ഇവിടെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അംഗസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് CPM-ആണ്. ആ CPM-ൻ്റെയും അതോടൊപ്പം തന്നെ BJP-യുടെയും അജണ്ട ഒന്നായി മാറുന്നു. അതായത് UDF ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചേരുന്നു. ഇത് വരുത്താൻ പോകുന്ന ഭീഷണികൾ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അജണ്ട തീർക്കലായിരുന്നു, ശരിക്കും അതിൻ്റെ അജണ്ട ഉറപ്പിക്കലായിരുന്നു
ശരിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും അത് സൂചിപ്പിക്കുന്നു. അവരുടെ സമീപനം പോലെ തുടക്കത്തിൽ അവർ വേണ്ട, മത്സരിക്കുന്നില്ല എന്ന് വരെ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഈ ഒരു അജണ്ട അത് പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് പുറത്ത് അതിശക്തമായ പോരാട്ടം. അതും BJPയുടെ വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയെത്തും. കാരണം എന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവവും ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മതരാഷ്ട്ര സങ്കല്പം ഇല്ല എന്നും അതല്ലെങ്കിൽ തീവ്രമായ നിലപാടുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല മുസ്ലിം ലീഗ് മൃദു സമീപനം എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നേരിടുന്ന ഒരു വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമായ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊരു ആക്ഷേപം നേരിടുന്നുണ്ട്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ അനുകൂലമായ ഘടകമാണ്. അതായത് UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളായിരിക്കും അല്ലെങ്കിൽ നയമായിരിക്കും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന ഒരു പ്രചരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറും. അത് BJPയും CPIയും ഒരേപോലെ അത് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മളുടെ PR ഏജൻസിയുടെ ആ ഒരു മിടുക്ക് നമ്മൾ കാണേണ്ടത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIനുണ്ടായിട്ടുള്ള ആ ഒരു വോട്ടിൻ്റെ ഒഴുക്കിൽ വന്ന മാറ്റം, ഈ മാറ്റമാണ് ഈ ഒരു മാറ്റത്തിലേക്ക് CPIനെ നയിച്ചതും അതോടൊപ്പം തന്നെ PR ഏജൻസിയുടെ ആ പ്രവർത്തനം ആ രീതിയിൽ അതിവിദഗ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.